ഖുർആനിൽ പേര് പറയപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളാണ്. മാത്രമല്ല നമ്മുടെയൊക്കെയും വന്യ പിതാവ് കൂടിയാണ്. അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം എന്നാണ് പറയപ്പോ സ്വർഗത്തിൽ ഒരുപാട് കാലം താമസമാക്കിയതിന് ശേഷമാണ് ആദം നബി അലൈഹിസ്സലാമിനെ ഈ ലോകത്തേക്ക് ഭൂലോകത്തേക്ക് അല്ലാഹു തആല ഇറക്കുന്നത്. അല്ലാതെ സ്വർഗത്തിൽ കൊണ്ടുപോയി അപ്പന്നെ ആ പഴ മരത്തിൽ നിന്ന് തിന്നതിന്റെ പേരിൽ പുറത്താക്കിയതൊന്നുമല്ല. ഇവിടെ വരുമ്പോ 40 വയസ്സായിരുന്നു. ഭൂമിയിലേക്ക് ഇറക്കുമ്പോൾ 40 വയസ്സായിരുന്നു. അപ്പോ സ്വർഗത്തിന്റെ കൊല്ലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത പോലല്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ അടുത്ത് ഒരു ദിവസം എന്ന് പറഞ്ഞാല് ഈ ദുനിയാവിൽ നിങ്ങൾ കണക്കാക്കുന്ന 1000 വർഷമായിരിക്കും. സ്വർഗത്തിന്റെ ഒരു ദിവസം ഈ ദുനിയാവിന്റെ 1000 വർഷത്തിനോട് സമായിരിക്കുന്ന. അപ്പൊ അത്രയും ദീർഘമായ ദിവസങ്ങളാണ് അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ വരുമ്പോ 40 വയസ്സായിട്ടുണ്ടെങ്കിൽ എത്ര കാലമാണ് സ്വർഗത്തിനുണ്ടാവും? അങ്ങനെ ഒരുപാട് ഈ ലോകത്തെ കുറിച്ച് മാത്രമാണ് നമുക്ക് അല്ലാതെ ചില വിവരങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ലോകത്തിനെ കുറിച്ച് എന്താണ്, അത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്നും അറിയില്ല. അപ്പൊ ഖുർആനിൽ പറഞ്ഞത് അടിസ്ഥാനത്തിൽ, ഹദീസിൽ പറഞ്ഞ അടിസ്ഥാനത്തിലും ഇങ്ങനെ അത് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കുന്നു എന്നല്ലാതെ നിയമം നോക്കി അൽക്കാബ് സൂറത്തെടുത്ത് നോക്കിയാൽ അതിന് കുറച്ച് ചെറുപ്പക്കാരുടെ ചരിത്രം പറയും. അപ്പൊ അവര് ഒരു ഗുഹയുടെ ഉള്ളിൽ ഉറങ്ങിയ ഒരു സംഭവം പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് പറയുന്നുണ്ട്. ഉറങ്ങിട്ടടിച്ചിട്ട് അവർക്ക് നല്ല വിശപ്പാണ്. അപ്പൊ വിശപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിലുള്ള പൈസയും പൊടിച്ചിട്ട് അവർ ഗുഹയിനെ പുറത്തിറങ്ങി കിട്ടിയ ബസാറിലേക്ക് ഇറങ്ങിയിട്ട് അവരുടെ കയ്യിലുള്ള പൈസ കൊടുത്ത് സാധനം വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുമ്പോ ആ അങ്ങാടിയിലുള്ള ആളുകൾ ചോദിച്ചു, നിങ്ങൾ ഏത് കാലക്കാരനാണെന്ന് ചോദിച്ചു. ഏത് കാലക്കാരാണ് നിങ്ങൾ? എന്താ കാരണം? 300 കൊല്ലത്തിന്റെ പഴക്കമുള്ള പൈസ പിടിച്ചിട്ടാണ് ഒരു അങ്ങാടിയിൽ വന്നത്. 300 കൊല്ലത്തിന്റെ മുമ്പുള്ള പൈസ പിടിച്ചിട്ടാണുള്ളത്. അപ്പൊ ഓരോട് ചോദിച്ചപ്പോ ഓരോ പറഞ്ഞു, ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയിട്ട് വന്നതാണെന്നാണ് ഓരോ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ നമ്മ ഒരു ദിവസം ഇറങ്ങിയതല്ല, കുറച്ച് മണിക്കൂർ ഇറങ്ങിയതാണ് നമുക്ക് ഡൗട്ട് ഉണ്ടെന്നാണ്. പക്ഷെ അവരുടെ ആ വർക്കിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ? അവർ 309 കൊല്ലം ഇറങ്ങിയിട്ട് വന്നതാണ്. ഇപ്പോ ഞങ്ങളിപ്പോ രാത്രി കറന്ന് ഇറങ്ങിയിട്ട് വന്നില്ല, രാത്രി ഇറങ്ങി സുബഹിക്ക് വന്നത്. അതുപോലെ ഗുഹന്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് വന്നവരാണ്. പക്ഷെ അവരെ അല്ലാഹു തആല എത്ര കാലം ഇറക്കിയത്? 309 കൊല്ലങ്ങൾ ആ ഗുഹക്കകത്ത് അവർ ഇറങ്ങിയതാണ്. എന്താ 309 കൊല്ലം ഇറങ്ങിയിട്ട് എന്തെങ്കിലും ആയ ലഞ്ച് നോക്കുമ്പോൾ കുറച്ച് വിശപ്പെടും, എന്തെങ്കിലും തിന്നോടുന്നായിരിക്കും. കയ്യിലുള്ള പൈസ കുടിച്ചിട്ട് പോയതാണ്. ഇതാകുമ്പോ അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞു, ഇത് പണ്ടത്തെ പൈസ, പണ്ടത്തതാണ്, ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയിട്ട് വാങ്ങിച്ചിട്ട് വന്നല്ലേ. അപ്പൊ അതാണ് നമുക്ക് അതിനെ കുറിച്ചെന്നോ അള്ളാഹുവിന്റെ ദിവസങ്ങൾ, അള്ളാഹുവിന്റെ സമയങ്ങൾ, അള്ളാഹ് ഓരോരുത്തർക്ക് ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങൾ, അതിനെ കുറിച്ചുള്ള വിവരം ഇല്ലാത്ത ആളുകളാണ് ഓരോരുത്തർ. വേദമായിട്ട് ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, ആദം നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് അള്ളാഹു സ്വർഗത്തിൽ നിന്നിട്ട് ദുനിയാവിലേക്ക് ഇറക്കിയത്. ഒരിക്കലുമല്ല, അത് തെറ്റൊന്നുമല്ല. ഒരു മരത്തിൽ നിന്ന് തിന്നരുതെന്ന് പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാം തിന്നു. ആ തിന്നരുതെന്ന് പറഞ്ഞതും ആദം നബി അലൈഹിസ്സലാം തിന്നതും മഹാന്മാർ പറഞ്ഞത് അത് ഇലാഹിയായ ഒരു ഹിക്മത്താണെന്നാണ്. ഇലാഹിയ സ്വർഗത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ആദം നബി അന്ന് പഠിച്ചത്. പഠിക്കുന്നതിന് മുമ്പ് തന്നെ മലക്കുകളോടെന്ന് പറഞ്ഞില്ല, ഭൂമിയിൽ ഞാൻ ഒരു ഖലീഫനെ ആക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്, മലക്കുകള് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ്. അവ സ്വർഗത്തിലേക്ക് വേണ്ടിയിട്ടല്ല ആദം നബിയെ പഠിച്ചത് ഭൂമിക്ക് വേണ്ടിയിട്ടാണ്. ഭൂമിയിൽ ഒരു ഖലീഫ ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല പഠിച്ചത്. പിന്നെ അവർ സ്വർഗത്തിൽ എന്ത് പാർപ്പിച്ചു? അത് ദുനിയാവിൽ ജീവിക്കുമ്പോ ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകമായ ഒരു എനർജി കിട്ടാനാണ് എന്നതാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു. ദുനിയാവില് പലതും അനുഭവിക്കാൻ പോവാണ്, പല മക്കളെ കാണാൻ പോവാണ്. മക്കള് പലരും പല കോലത്തിലാണ്, പല ഇറ്റമിലാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോ പ്രത്യേകമായ അത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കഴിവ് വേണ്ട. ആ കഴിവ് കിട്ടാനാണ് ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ പാർപ്പിച്ചതും ആ സ്വർഗത്തിന്റെ ഫലങ്ങൾ ഭക്ഷിപ്പിച്ചതും എല്ലാം അങ്ങനെയാണ്. അതല്ല, തെറ്റ് ചെയ്തു അതിന്റെ പേരിലാണ് ആദം നബിയെ അള്ളാഹു പുറത്താക്കിയത് എന്ന് പറയുന്ന ഒരിക്കലും ഒരു മാന്യതയല്ല. തെറ്റിന്റെ പേരിലും ശിക്ഷിക്കണമെന്നല്ല അള്ളാഹ്.
ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞെന്താ, വഇല്ലം തുദ്നിബു, നിങ്ങൾ ഇവിടെ ദോഷം ചെയ്തില്ലെങ്കിൽ, നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ അല്ലാഹ് എന്താ പറയോ, ഇവിടെ തെറ്റ് ചെയ്യുകയും അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്ന പുതിയൊരു ഖൗമിനാണ് കൊണ്ടുവരുന്ന. ഞാൻ തെറ്റ് ചെയ്യാനും എല്ലാം ശുദ്ധിയായിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ അല്ലാഹ് അത് ഇഷ്ടപ്പെടൂല. അല്ലാഹ്ക്ക് വേണ്ടി നമ്മൾ തെറ്റ് ചെയ്യണോ, ചെയ്തിട്ടോ, തെറ്റ് ചെയ്തിരിക്കാനാണ് തൗബ ചെയ്യണോ, തെറ്റ് ചെയ്യണോ, തെറ്റ് ചെയ്തിട്ട് അല്ലാഹുവിനോട് ഇങ്ങനെ പൊറുക്കലിനെ തേടിയോണ്ട് വേണം. അതല്ലേ നമുക്ക് നിസ്കരിച്ചിട്ട് പറഞ്ഞ അല്ലാഹ്ക്ക് വേണ്ടി സന്തോഷം നമുക്ക് പറയാനല്ലേ. നമ്മളോട് വന്ന നമ്മളോട് എന്തെങ്കിലും തെറ്റി നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു സോറി പറയുന്നത് നമുക്ക് എന്ത് സന്തോഷം, എന്ത് സന്തോഷമാണ്. നമ്മളെ കാല് പിടിച്ചാൽ പിന്നെ പറയണ്ട, നമ്മളെ കൈ പിടിച്ചാൽ പറയണ്ട, നമ്മുടെ മുന്നിൽ വന്ന് എന്നാ അല്ലാഹല്ലേ, അല്ലാഹ്ക്ക് എത്ര സന്തോഷമാണ്. ഒരാൾ തെറ്റ് ചെയ്തിട്ട് അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കാന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. അപ്പൊ അത് തെറ്റ് ചെയ്തതിന്റെ പേരിൽ അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്നിട്ട് പുറത്താക്കി. അങ്ങനെ വന്നിട്ട് അതിന് ഭയങ്കര ഹാപ്പി ആക്കുന്ന ആളുകളുണ്ട്. ഒരാൾക്ക് അങ്ങനെ ഒരു സ്വഭാവമാണ്. ഒരാളിങ്ങനെ തെറ്റ് ജയിപ്പിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഒരിക്കലും പാടില്ല. അല്ലാഹുവിന്റെ ഒരു ഇലാഹിയായ ഹിക്മത്താണെന്ന് പറയാം. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ കൊണ്ടുപോയതും ആ സ്വർഗത്തിൽ നിന്നിട്ട് ആദം നബി അലൈഹിസ്സലാമിനെ ഭൂലോകത്തിലേക്ക് ഇറക്കുന്നതും ഒക്കെയും അല്ലാഹുവിന്റെ ഹിക്മത്താണ്. ആദം നബി അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങിയത് ആദ്യമായി ഇന്ത്യയിലായിരുന്നു. ആദ്യമായ ബീവി ഹവ്വാ റളിയല്ലാഹു അൻഹാ ജിദ്ദയിലായിരുന്നു ഇറങ്ങിയത്. എന്നിട്ട് അവരെല്ലാവരും കൂട്ടുമുട്ടിയത് അറഫയിലായിരുന്നു. അറഫ ആ പേരിന്റെ അർത്ഥം തന്നെയാണ്, മീട്ടായ സ്ഥലം, പരിചയപ്പെട്ട സ്ഥലം എന്നാണ് ഇതിന്റെ അർത്ഥം തന്നെ. അപ്പോ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ. അപ്പൊ ഏതാവട്ടെ ആദം നബി അലൈഹിസ്സലാം ഈ ലോകത്ത് 930 കൊല്ലം ജീവിച്ചു എന്നതാണ് ചരിത്ര പഠിച്ച ആളുകളുടെ വളരെ ശക്തമായ അഭിപ്രായമാണ്. നമ്മുടെ മദ്രസയുടെ കിതാബിലൊക്കെ ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞത്. അപ്പൊ അതിൽ പറയുന്നത് 960 കൊല്ലം ജീവിച്ചു എന്നാണ്. അങ്ങനെ പല അഭിപ്രായം. 1000-1000 കൊല്ലം ജീവിച്ച വലിയ ഒരു പ്രവാചകനായിരുന്നു സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. AD BC 2 ഇതുണ്ട്. ഇപ്പൊ നമ്മളത് 2025 BC ആണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലം തൊട്ട് തുടങ്ങിയ കലണ്ടറാണ് BC എന്ന് പറയും. അതിന് മുമ്പത്തെ കലണ്ടറിന് AD എന്ന് പറയും. അപ്പൊ AD 5700 ചില്ലറ മുതൽ 4800 അതിന്റെ ഇടയിൽ ജീവിച്ച മഹാനായിരുന്നു ആദം നബി അലൈഹിസ്സലാം. ഏതായാലും ഈ നമ്മുടെ ചരിത്രം പറയും, നമ്മുടെ ഇജാസിന്റെ അതുപോലെ ഷാമിന്റെ മിസ്രിന്റെ അവിടത്തൊക്കെയും വലിയ വലിയ ചരിത്രകന്മാർ, അതായത് കിതാബ് പഠിച്ച വലിയ ചരിത്രം പഠിച്ച ആളുകളൊക്കെ പറയുന്നത് ആദം നബി അലൈഹിസ്സലാമിന്റെ കാലം തുടങ്ങിയിട്ട് ഇപ്പൊ ഇന്നത്തെ ഈ കാലം വരെ 8000 ഏകദേശം 8000 കൊല്ലം കഴിഞ്ഞതാണ്. 8000 കൊല്ലം കഴിഞ്ഞതാണ് അത് ഇവിടുത്തെ മനുഷ്യവൃന്ദം, അതായത് ആദം അലൈഹിസ്സലാമിന്റെ കാലം തൊട്ട്. ഇപ്പൊ നമ്മുടെ പിരമിഡുകളുണ്ട്, പിരമിഡ് ചരിത്രം ഭയങ്കര. അതിന്റെ പുരാതന ഇത് കണ്ടുപിടിക്കുന്ന ആളുകൾ പറയുന്നത് ഏകദേശം 1,00,000 കൊല്ലത്തിന്റെ പഴക്കമുണ്ടെന്നാണ്. പിരമിഡ് 1,00,000 കൊല്ലത്തിന്റെ പഴക്കമുണ്ടെന്നാണ്. അപ്പൊ ആ പിരമിഡ് ഉണ്ടാക്കിയത് ഒരിക്കലും ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ ഉണ്ടാകാൻ ഒരിക്കലും സാധ്യതയില്ല എന്നാണ്. കാരണം അതിന്റെ ഒരു കല്ല് തന്നെ, അതിന്റെ പിരമിഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച അതിന്റെ ഒരു കല്ല് തന്നെ 18 ടണ്ണിലേറെ ഭാരമുണ്ട്. ഒരു കല്ലിന് 18 ടണ്ണ് കിട്ടോലല്ല, ടണ്ണിലേറെ ഭാരമുണ്ടെന്നാണ്. അപ്പൊ അത്രയുള്ള ഭാരമുള്ള ആ കല്ല് മനുഷ്യരെ കൊണ്ട് അത്ര കൊല്ലം മുമ്പ് എടുത്തു വെക്കാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പൊ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രം പറയുന്നത് ആദം നബി അലൈഹിസ്സലാമിന് മുമ്പ് തന്നെ ചിലപ്പോ മനുഷ്യരുണ്ടായേക്കാം. ആദം അലൈഹിസ്സലാമിന്റെ മുമ്പ് തന്നെ മനുഷ്യരുണ്ടായേക്കാം. നമുക്ക് ചരിത്രം പഠിപ്പിക്കുന്നതും നമുക്ക് പ്രവാചകരായി തന്നാവും അയച്ചതും ആദം നബി അലൈഹിസ്സലാം ആണെങ്കിലും അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഭൂമിയെ പടക്കുന്നതിന് എത്രയോ ലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ സൂര്യനെയും ചന്ദ്രനെയും വന്ന് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ സൂര്യൻ ചന്ദ്രൻ വെറുതെ ഒന്ന് പടക്കൂലല്ലോ. സൂര്യൻ ഇപ്പൊ ഞമ്മ ഇപ്പൊ സുബഹിക്ക് പറഞ്ഞു 4:30 മണിക്ക് പള്ളിന്റെ ലൈറ്റർ ഇട്ട്, കാരണം ആളുകൾ വരാൻ തുടങ്ങി. അതിന് മുമ്പല്ലേ ലൈറ്റായിരുന്നു. അപ്പൊ ആവശ്യമുള്ളപ്പോൾ നമ്മൾ ലൈറ്റർ കത്തിക്കൽ
അപ്പോ ഭൂമിയെ വളർത്തുന്നതിനേക്കാൾ ലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ സൂര്യനെയും ചന്ദ്രനെയും വന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു പുതിയ ഒരു ആരെങ്കിലും വേണ്ടേ അതിന് ഉപകാരക്കാർ എന്നല്ലാതെ അള്ളാഹു ബാധ്യമായിക്കൊണ്ട് പഠിച്ചിട്ടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോ അതിന് മുമ്പാണ് ഇതിന്റെ ഇടയ്ക്ക് ഒരു വാതിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ അണ്ടമാൻ ഭാഗത്ത് ചില മനുഷ്യരുണ്ടെന്നാണ്, കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ. അപ്പൊ ഈ ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കളാണെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ അവർ വിശ്വാസികളായിരിക്കും, അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവരായിരിക്കും. വിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ഏതെങ്കിലും മറ്റുള്ള ഏതെങ്കിലും ഇപ്പൊ പ്രവാചകന്മാരുടെ ചരിത്രം നോക്കിയാൽ മരത്തിനെ ആരാധിച്ചവർ, കല്ലിനെ ആരാധിച്ചവർ, തീക്ക് ആരാധിച്ചവർ, അതുപോലെ വിഗ്രഹങ്ങൾക്ക് ആരാധിച്ചവർ, എന്തെങ്കിലും ആരാധിച്ചവരായിരിക്കും. പക്ഷെ അണ്ടമാന്റെ ഒരു വിഭാഗം ആളുകളുണ്ട് കാട്ടിൽ ജീവിക്കുന്ന, അവർക്ക് വിശ്വാസം എന്ന് പറയുന്ന ഒരു വിഷയമില്ല. അവർ മനുഷ്യരൂപത്തിലുള്ളവരാണ്, മനുഷ്യരനെ അവർ തിന്നുന്നതാണ്. മനുഷ്യരൂപത്തിലുള്ള ആളുകൾ അവർ മനുഷ്യരനെ തിന്നുന്നതാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ആ ആളുകളെ കുറിച്ച് പറഞ്ഞത് അവർ ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കളാവാൻ സാധ്യതയില്ലാത്തതാണ്. ആദം നബിയുടെ മക്കളാവാൻ സാധ്യതയില്ലാത്ത മനുഷ്യരുടെ രൂപത്തിലുള്ള കുറച്ച് പടപ്പുകൾ അങ്ങനെ ഉണ്ടാകാം. ആദം നബി അലൈഹി സ്വലാമിന്റെ മുമ്പ് തന്നെ അള്ളാഹു ചിലപ്പോൾ മനുഷ്യരെ പഠിച്ചിട്ടുണ്ടാവുമ്പോ ഇപ്പൊ മലക്കുകളോട് അന്ന് പറയുന്നവരല്ലേ, ഇനി ജായിരൊപ്പില്ലാത്ത ഖലീഫ, ഞാൻ ഭൂമിയിൽ ഖലീഫ ഉണ്ടാകട്ടെയോ? അപ്പൊ മലക്കുകൾ ചോദിക്കുന്നത് പറയുന്നത് ആരും മലക്കുകൾ പറയുന്നത് അത്തജാലു ഫീഹ, പടച്ചവനെ ഭൂമിയിൽ നീ പടക്കാൻ പോകുന്നുണ്ടോ? മൈ യുഫ്സിദു അത്തജാലു ഫീഹ മൈ യസ്ഫികു ദിമാഉ, ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, ഫിത്നകൾ ഉണ്ടാക്കുന്ന ആളുകളെ നീ പടക്കാൻ പോകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ മലക്കുകൾക്ക് എങ്ങനെ അറിഞ്ഞതാ? മനുഷ്യരെന്ന് പറഞ്ഞാൽ ഫിത്ന ഉണ്ടാക്കുന്നവർ, മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇവിടെ കൊലനടക്കുന്ന നടത്തുന്നവർ എന്ന മലക്കുകൾക്ക് എങ്ങനെ അറിഞ്ഞു? അതിന് മുമ്പ് ഉണ്ടായേക്കാം, അതിന് മുമ്പ് മനുഷ്യരുണ്ടായേക്കാം എന്നതാണ് ചരിത്രം പറയുന്നത്. ഇതാവട്ടെ, നമ്മള് ആദം നബി അലൈഹി സ്വലാമിൻ പഠിച്ചിട്ട് കാലം 8000 വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഭൂമിയിലേക്കാണ് ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു കൊണ്ടുവരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ആദം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം, മക്കള് പ്രവാചകന്മാരായത്, പുള്ളിമാര് പ്രവാചകന്മാരായത്, മരിക്കുമ്പോ ആദം നബി അലൈഹി സ്വലാം 1,00,000 മക്കളെ കണ്ടിട്ടാണ് മരിച്ചത്. ആദം നബി അലൈഹി സ്വലാം മരിക്കുമ്പോ ഇൻഷാഅല്ലാഹ് ഇവിടെ അടുത്ത ക്ലാസ്സിൽ പറയും, മരിക്കുമ്പോ 1,00,000-ൽ പരം മക്കളെ കണ്ടിട്ടാണ് ആദം നബി അലൈഹി സ്വലാം മരിച്ചു പോയത്. അങ്ങനെ വലിയ ദീർഘമായ ചരിത്രമാണ്. നമ്മുടെ മഹാന്മാരുടെ ബർക്കത്തോണ്ട്, പ്രവാചകന്മാരുടെ ബർക്കത്തോണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഒരുപാട് അജായിബുകൾ, അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിലുള്ള അത്ഭുതങ്ങൾ കണ്ട് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനും അള്ളാഹുവിന്റെ മഅരിഫത്ത് കൊണ്ട് നമ്മുടെ ഖൽബിനെ പ്രകാശിപ്പിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അള്ളാഹ്, തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഒരുപാട് ആളുകൾ പല മുറാദുകൾ പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരാണ്. ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അള്ളാഹ്. രോഗികളുണ്ട്, കടക്കാരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, മാനസികമായി തളർന്ന ആളുകളുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്, കുടുംബത്തിലുണ്ട്, വീടുകളിലുണ്ട്, ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അള്ളാഹ്. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഞങ്ങൾ നേരിടുന്ന സർവ്വ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ ദൂരത്താക്കി തരണേ അള്ളാഹ്. ഇന്നത്തെ ദിവസം പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ, പരിസര നാടുകളിലൊക്കെയുണ്ട്. അവരുടെ യാത്രയിൽ ബർക്കത്ത് നൽകണേ റഹ്മാൻ. കാര്യങ്ങൾ മുഴുവനും നീ റാഹത്തിലാക്കണേ അല്ലാഹ്. യാത്ര പോയ ആളുകളുണ്ട്, ആഫിയത്ത് നീ ദാഹിമാക്കണേ റഹ്മാൻ. അല്ലാഹുവേ, മരിച്ചുപോയ, ഇന്ന് മരിച്ച അനീഫ, അതുപോലെ ഞാൻ മരിച്ചുപോയ നമ്മുടെ കെ പി അദ്വച്ച, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരിച്ചുപോയി. നമ്മുടെ ഉപ്പമാരി, ഉമ്മമാരി, കുടുംബക്കാരിൽ പലരും അല്ലാഹ് പള്ളിയുടെ ജമാഅത്ത് പള്ളികളെ ചുറ്റുഭാഗങ്ങളിൽ അവരിന്ന് കബറിലാണ്. വളച്ചോനെ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ഖബറിടം നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്, ഖബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്. നമ്മുടെ ദുആ നീ ഇജാബത്തുള്ളതാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير.